എത്ര നേരം ഈ ബസ്സിനകത്തേക്കുന്നത്? ഇപ്പൊ 2 മണിയായി. ഇനി 1 മണിയാണ്ടി വരും ബസ് വരെ. പിന്നെ ശക്തി പോയോ? എന്റെയോ? അതല്ലേ മറ്റേ ശക്തി ബസ് പോയോ? 1 മിനിറ്റ്. ഓൻ വിചാരിച്ച ഓൻ്റെ ശക്തി പോയെന്നില്ലേക്ക്. ഇന്നിപ്പോൾ എന്താ ചെയ്യനി? തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ മൺഡേ, സൺഡേ. വേറെ ഒരുത്തം പേരുണ്ട്, ഓനോ ചോദിച്ചോക്കാം. അതെ, ഇന്ന് സൺഡേയോ മൺഡേയോ? സൺഡേ അല്ല മൺഡേ? ബോണ്ടേ. ഇവനാളെന്ത് മോണ്ടാണ്. ഇവനെ ബസ്സിന്റെ കാര്യം ചോദിച്ചിട്ട് കാര്യമില്ല. അല്ല, ഈ സഞ്ചിയിൽ എന്താ? ഇതില്ല. ഈ സഞ്ചിലോ? അതെ. ഇവനൊന്ന് പറ്റിച്ചോക്കാം. ഇവൻ പെരും പൊട്ടനാ. Yes, see that? One game. Yeah. Or a game. Game. You like that? Bolo game. It's okay. Game bolo. This സഞ്ചി. Yes, സഞ്ചി. This സഞ്ചിയിൽ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സഞ്ചിയിൽ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ 25 കോയിമുട്ട, 26, 25 കോയിമുട്ട, 26 ഞാൻ നിങ്ങൾക്ക് തരും. മനസ്സിലായി എന്നാ തോന്നുന്നു. നടക്കും. വാക്ക് പാലിക്കണം. പറഞ്ഞാൽ തരാക്കരുത്. ഈ സന്ധ്യയുള്ള കോയിമുട്ട എനിക്ക് തരൂ. തരൂ. മണ്ടേ. ഞാൻ അറിയാം, വെറുതെ അങ്ങനെ മനസ്സിലായി. ഈ സഞ്ചിയിൽ എന്താന്ന് ഞാൻ പറഞ്ഞു തന്നാൽ, ഈ സഞ്ചിയിലല്ലേ 25 കോയിമുട്ട എനിക്ക് തരൂ. സത്യാണല്ലോ, ഓർപ്പാണല്ലോ. പിന്നെ ഒരു ക്ലൂ തരൂ. ക്ലൂ തരൂ. പൊട്ടനല്ലേ, പേരും പൊട്ടന. ക്ലോ. മുറ്റത്തൊരു മൈന. സുരേഷ് ഗോപി തിരിഞ്ഞു നോക്കി. ചോട്ടിൽ എന്തൊക്കെയോ. അതല്ല സുഹൃത്തെ, ഒരു സൂചന. സൂചന? അതിന് ഈ ക്ലൂ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അതായത് നമ്മളിത് സഞ്ചി നിങ്ങൾ എടുത്ത് നിലത്തേക്ക് കറക്റ്റ് കഴിഞ്ഞാൽ ബിളും. മനസ്സിലായില്ലേ? ബൾബ്. ബൾബോ? 10-25 ബൾബ് കൊടുത്ത് ഞാൻ എന്താ ബൾബ് വെക്കുന്ന ആളോ? ബൾബ് വെക്കുന്ന ആളാ ഞാൻ. പിന്നെ ഒരു സൂചന. ഈ വേറെ കാര്യം, വേറെ സൂചന. നമ്മള് രാവിലെ തന്നെ എണീറ്റിട്ട് എന്താ ചെയ്യല്? എന്താ ചെയ്യണ്ടേ? അല്ല, രാവിലെ തന്നെ എണീച്ചിട്ട് എന്താ ചെയ്യല്? രാവിലെ എണീച്ച് മൂത്രമൊഴിക്കാൻ പോവും. മൂത്രമൊഴിക്കാനാ പോവാ? ഇപ്പൊ മൂത്രമൊഴിക്കല്ലേ? ഈ രാവിലെ തന്നെ നമ്മുടെ കോഴിക്കോടിന്റെ അടുത്തേക്ക് കോഴിക്കോടിന്റെ അടുത്തേക്ക് പോയി. കോഴിക്കോടിന്റെ അടുത്തേക്ക് പോയിട്ടാ പിന്നെ വേറെ തറാറുണ്ട്. അമ്മച്ചി ചീത്ത അറിയൂ. എന്തിന്? കോഴിക്കോട് അടുത്ത് പോയാൽ മൂത്രമൊഴിക്കാൻ പറ്റില്ല. മൂത്രമൊഴിക്കല്ലോ. മൂത്രം ഇത് മാത്രം മൂത്രം പണ്ടാറടക്കാൻ എന്റെ ശരീരത്തിൽ ഉണ്ടല്ലോ. ഈ മൂത്രമൊഴിക്കില്ല. രാവിലെ തന്നെ എണീറ്റിട്ട് കോഴിക്കോടിന്റെ അടുത്തേക്ക് പോവാ. പോയിട്ട് നമ്മുടെ കോഴിക്കോടിന്റെ വാതിൽ അത് മെല്ലെ തുറക്കാം. കോഴിക്കോട് തുറന്ന സൗണ്ടാണ്. സൗണ്ടോ? എന്റെ തൊണ്ടയിലെ കുറച്ച് ഗ്രീസ് എടുത്ത് നോക്കി പണ്ടാറ. ഈ ഒരു കാര്യം വാതിൽ മെല്ലെ തുറന്ന് നമ്മളെ കൈ അത് അപ്പൊ എന്താ കിട്ടാ? കൊത്തിട്ടു. കൊത്തല്ലടോ. കോഴിക്കോടുള്ള കൈയിട്ടാ പിന്നെ കൊത്തല്ലാണ്ട പിന്നെ അനക്ക് ഉമ്മയെ കിട്ടല്. അതെ, കോഴിക്കോടുള്ള കൈയിട്ട് നമുക്ക് അതിനുള്ളിൽ കൈയിട്ട് കഴിഞ്ഞാല് നല്ല സുഖം. സോഫ്റ്റ്, മൃദുലോ. അങ്ങനെ അന്നെപ്പറ്റി അങ്ങനെ വിചാരിച്ചില്ലടോ. ഒരു ചോന്ന പനിയനും ഒരു നീല ജീൻസും ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് വൃത്തിയുടെ പരിപാടിയായിട്ടാണ് നടക്കണത്. രാവിലെ തന്നെ പരിചയപ്പെട്ട അന്നായി പോയല്ലോ. കോഴിക്കാട്ടായിട്ടാ നടക്കണത്. പിന്നെ എന്തെന്താണോ? അല്ല, പിന്നെ എന്താ സംഭവം? ഒരു കാര്യം ചെയ്യും. അന്നെ രാവിലെ തന്നെ വിളിച്ചുണർത്തുന്ന ഒരു സാധനം. നമ്മൾ രാവിലെ തന്നെ വിളിച്ചുണർത്തുന്ന ഒരു വിളിച്ചുണർത്തുന്ന ഒരു അതാണ് നമ്മളെ വിളിച്ചുണർത്തുന്നത്. പാപ്പച്ചിയോ? എടാ, രാവിലെ പിന്നെ വിളിച്ചോർത്താൽ ഉമ്മച്ചല്ലേ? എടാ, 10-25 ഉമ്മച്ചിനെ ഞാൻ ഈ സഞ്ചി കൊണ്ടിട്ട് ഇറക്കുക. നമ്മളൊരു പ്രത്യേക ശബ്ദത്തില് നല്ല കേൾക്കാനൊക്കെ നല്ല ഭംഗിയില് പ്രത്യേക ഒരു ശബ്ദം, മനോഹരമായ ശബ്ദം, സംഗീത സംഗ്രഹമായ. അതെ,
അത് കേട്ടിട്ട് നമ്മള് രാവിലെ ഉണരരുത്. ആവശ്യത്തിന് കേട്ട് നമ്മൾ ഉണര്. സൗണ്ട് ഉണ്ടാവും. ടൈം പീസ് ടൈമീസ് എന്താ? ഞാൻ ടൈമീസ് വെക്കുന്ന ആളോ? പിന്നെന്താ ടൈമീസ് വിറ്റ് 10 ആളോ? ടൈമീസ് വിറ്റ് നടക്കുന്ന ആളോ? നല്ല വിശാലമായ സൗണ്ടോ പിന്നെ എന്താണോ? ഈ ഒരു കാര്യം ചെയ്യ്. ഈ പറഞ്ഞ കേക്ക്. ഈ അമ്പലപ്പറമ്പിലൊക്കെ പോലെ അമ്പലപ്പറമ്പിലൊക്കെ പോലുണ്ട്. ഈ തറസലൊക്കെ നമ്മൾ ഈ അമ്പലപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പന്തലൊക്കെ കെട്ടി അവിടെ കുറച്ച് ഒരു സാധനം അടിച്ച് ക്ലാസ്സിലിട്ട് അതായത് അമ്പലത്തിൽ പോയിട്ട് പന്തല വലിച്ചിട്ടിട്ട് ആ ക്ലാസ്സിലൊക്കെ ഇട്ടിട്ട് സാധനം പൊട്ടിച്ചിട്ട് അങ്ങനെ കള വെച്ചിട്ട് അടിച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് അവസാനം കെട്ടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ടാനുള്ള സാധനം കോയമുട്ടത്തോട്. കോയമുട്ടത്തോട് കോയമുട്ടത്തോടോ? കോയമുട്ട താട് ആ കോയമുട്ടത്തോടല്ലേ പിന്നെ നമ്മൾ പൊട്ടിച്ചിട്ടാള്. ഈ ഷൂട്ട് ചെയ്യുമ്പോ കോയിമുട്ടൊക്കെ വരണ്ടോ? അതല്ല നമ്മളിപ്പോ ഇവരൊക്കെ മൈൻഡാക്കിയില്ലേ.